എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്നെ മതി. ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പം മരപ്പറ്റിയല്ല പോക്കാനും അല്ല അങ്ങനത്തെ ഒരു സാധനം. അപ്പം ഈ കഴിഞ്ഞിട വരെയും ഈ 24-ാം തീയതി വരെയും ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നിട്ടും പിന്നെ പെട്ടെന്ന് എന്താണ് ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെറുതെ ഒറ്റടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞു. സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞതാണ് 2 മക്കളും. അവരെ എനിക്ക് എന്താ പറയാ, എനിക്ക് അവരെ ഒരിക്കലും വെറുക്കാനോ ഞാൻ ഒരിക്കലും അവരെ തള്ളി പറഞ്ഞിട്ടുമില്ല. എങ്ങും പോയി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, തള്ളി പറയത്തുമില്ല. എനിക്കെന്നും അവര് മക്കള് തന്നെയാണ്. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ഒരു ഇടിയറ്റ് നീ കൂട്ടുപിടിച്ച പോടാ പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം. പിന്നെ നിങ്ങൾ ബേജാറാവണ്ട, താക്കോല് വരും. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. പെട്ടി കെട്ടി ചുമന്നുകൊണ്ട് പോണ എന്തിനാണ്? വരുമ്പോ ഇത്ര ലഗേജ് എവിടുന്നാണ്? ഇവൾ എന്തിന്റെ കാരിയറാണ്? ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവൾ അവിടുന്ന് എന്തോ കടത്താൻ വേണ്ടിയിട്ട് മാത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ നാറിയെ ഉപയോഗിക്കുന്നതാണ്. അതാണ് ഷഫീന ബീവി അല്ലെ, തെർത്താത്ത ആരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? നിനക്ക് എന്താണ് എന്റെ പെട്ടിക്കകത്ത് എന്താണ്? ആടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല നീ അവരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, നമുക്ക് അത്തോട്ടെ. മോനെ ഒറ്റയ്ക്ക് തീർക്കരുത്, ഞാനും കൂടെ വന്നിട്ട് കമ്പനിയോട്ട് തീർക്കാം. ഡ്രഗ് മാഫിയുടെ കാരിയറാണ് എന്നൊക്കെയാണ്. അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. ഷെഫീന ബീവിയുടെ കിട്ടിയോ? അവിടെ അമ്മച്ചി അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. ഷെഫീന ബീവിയുടെ കിട്ടിയോ? അവിടെ അമ്മച്ചി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഒരു മിനിറ്റ്. അയ്യോ, ഞാൻ കണ്ണടച്ചാന്ന് ഒരു സംശയം, ഒരെണ്ണം കൂടെ പ്ലീസ്. വന്നിറങ്ങിയ ഉടനെ തള്ള എന്റെ തലയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. മുതുക്കി കേക്കാം. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്.